ഓണാഘോഷത്തിനൊക്കെ ഗവർണറെ ക്ഷണിച്ചുകൊണ്ട് ഒരു സമവായത്തിന് സർക്കാർ ശ്രമിക്കുമ്പോഴാണ് സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഗവർണർ വീണ്ടും ഉടക്കുണ്ടാക്കുന്നത്. എന്താണ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞത്? അജിംസ്, ഇക്കാര്യത്തിൽ ഈ സർക്കാരുമായ ഒരു നേരിട്ട ഏറ്റുമുട്ടലിലേക്ക് വീണ്ടും ഗവർണർ കടക്കുന്നു എന്നതിനപ്പുറം രണ്ട് സർവകലാശാലകളെയും, അതായത് സാങ്കേതിക സർവകലാശാലയെയും ഡിജിറ്റൽ സർവകലാശാലയും പൂർണ്ണമായും മറ്റൊരു നിയമക്കുരുക്കിലേക്ക് കൂടി തള്ളിവിടുന്ന തീരുമാനമാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം സുധാംശു ധൂലിയെ ഒരു പ്രത്യേക സമിതി അധ്യക്ഷനായി വെച്ച് അതിൽ സർക്കാരിന്റെയും ഒപ്പം തന്നെ ഗവർണറുടെയും പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി അവർ നൽകിയ പട്ടികയിൽ നിന്ന് 2 വീതം ആളുകളെ ഉൾപ്പെടുത്തിയൊരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയും 2 സർവകലാശാലകൾക്കും സുധാംശു ധൂലിയെ അധ്യക്ഷനായ 2 കമ്മിറ്റികൾ ചേർന്ന് അതിൽ VC നിയമനം നടത്തുകയും ചെയ്യുക എന്നുള്ള കൃത്യമായ നിർദ്ദേശമായിരുന്നു സുപ്രീം കോടതി സിംഗിൾ ബെഞ്ച് വെച്ചത്. പക്ഷേ അതുമായി ഒക്കെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ നിലവിൽ ഗവർണർ ഇത്തരത്തിൽ അതിൽ മറ്റൊരു ഹർജി ഡിവിഷൻ ബെഞ്ചിലേക്ക് നൽകിക്കൊണ്ട് ഇത് പുനഃപരിശോധിക്കണം, മുഖ്യമന്ത്രിയുടെ അധികാരങ്ങൾ പൂർണ്ണമായും എടുത്തുമാറ്റണം എന്നുള്ള ഒരു ആവശ്യം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കൃത്യമായി കഴിഞ്ഞ തവണ ഹൈക്കോടതി വ്യക്തമാക്കിയത് സുധാംശു ധൂലിയ അധ്യക്ഷനായ സമിതി നൽകുന്ന പട്ടിക, ആ പട്ടികയിൽ മുഖ്യമന്ത്രിയുടെ പ്രയോറിറ്റി അനുസരിച്ച് ആ ലിസ്റ്റിൽ നിന്ന് വേണം ഗവർണർ നിയമനം നടത്താൻ, VC നിയമനം നടത്താൻ എന്നുള്ള കൃത്യമായ നിർദ്ദേശമായിരുന്നു സുപ്രീം കോടതി നൽകിയത്. പക്ഷേ അതിനെ മറികടക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് ഇപ്പോൾ ഈ ഗവർണറുടെ ഭാഗത്ത് ഇത്തരത്തിലൊരു ഹർജി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നേരത്തെ മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെ സൂചിപ്പിച്ചതും അതുതന്നെയാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി ഇടപെട്ടാണ് ഇത്തരത്തിലൊരു ഡിജിറ്റൽ സർവകലാശാല രൂപീകരണം ഉൾപ്പെടെ നടത്തുകയും ചെയ്തത്. അതിൽ മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായ അധികാരം എടുത്തു മാറ്റുക എന്നുള്ളത് ജനാധിപത്യത്തെ പൂർണ്ണമായും തകർക്കുന്നതാണ്. ഒപ്പം തന്നെ ഈ ചാൻസലറെ നിയമിക്കുന്നത് തന്നെ നിയമസഭയാണ്. അതിൽ ജനപ്രാതിനിധ്യ സഭയ്ക്കുള്ള അധികാരം, ആ അധികാരത്തെ ചോദ്യം ചെയ്താണ് നിലവിൽ ഇപ്പോൾ ഗവർണർ സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി ഡിവിഷൻ ബെഞ്ച് ഗവർണറുടെ ഹർജി സ്വീകരിച്ചാൽ അത് കൂടുതൽ നിയമപ്രശ്നങ്ങളിലേക്കായിരിക്കും കടക്കുക. 2 മാസത്തിനകം, ഇപ്പോൾ തന്നെ 1 മാസം പൂർത്തിയായി കഴിഞ്ഞു, 2 മാസത്തിനകം 2 സർവകലാശാലയിലും സ്ഥിരം VC നിയമനം നടത്തണം എന്നുള്ള നിർദ്ദേശമായിരുന്നു സുപ്രീം കോടതി നൽകിയത്. അത്തരമൊരു വൃദ്ധിപ്രസ്താവമാണ് ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ അതിനെ മറികടക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ സ്ഥിരം VCമാരുടെ നിയമനം വൈകും. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് വിദ്യാർത്ഥികളെയാണ് എന്ന് ആവർത്തിച്ച് കൈകൂപ്പിയായിരുന്നു സുപ്രീം കോടതി ജഡ്ജിമാർ ഈ ഗവർണറോടും മുഖ്യമന്ത്രിയോടും സർക്കാരിനോടുമൊക്കെ ആവശ്യപ്പെട്ടത്. നിങ്ങൾ തമ്മിൽ ഒരു സമവായത്തിൽ എത്തണം, ആ സമവായത്തിലൂടെ ഒരു സ്ഥിരം VCയെ കണ്ടെത്തണം എന്നുള്ള നിരന്തരമായ ആവശ്യം സുപ്രീം കോടതി ഉന്നയിച്ചിരുന്നു. അതിനാണ് കൈകൂപ്പിക്കൊണ്ടാണ് തങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, ഒരു സമവായത്തിലേക്ക് എത്തി നിങ്ങൾ തന്നെ തീരുമാനിക്കുന്ന പട്ടിക കൈമാറണം എന്നുള്ളതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ വെക്കുകയും പക്ഷേ അത് ഗവർണറും തന്നെ സർക്കാരും അംഗീകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിലാണ് അങ്ങനെയെങ്കിൽ തങ്ങൾ തന്നെ നിയമനം നടത്തിക്കോളാം, തൽക്കാലം നിങ്ങൾ ലിസ്റ്റ് നൽകൂ എന്നുള്ള അഭിപ്രായ പ്രകടനം എന്നുള്ള വിധി അത് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. അതിനെപ്പോലും അട്ടിമറിച്ചുകൊണ്ടാണ് നിലവിൽ ഒരു കാരണവശാലും സർക്കാരുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഒപ്പം തന്നെ ജനപ്രാതിനിധ്യ സഭയും ഒപ്പം സർവകലാശാലകളുടെ ബൈലോയും പൂർണ്ണമായും തന്റെ കീഴിലേക്ക് വരണം എന്നുള്ള ഒരു നിർദ്ദേശത്തിന്റെ ഭാഗമായി അത്തരം ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഇപ്പോൾ ഗവർണർ സുപ്രീം കോടതിയെ വീണ്ടും സമീപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തെ കാണാൻ കഴിയുക. എന്തായാലും വലിയ നിയമക്കുരുക്കിലേക്കും ഒപ്പം തന്നെ രാഷ്ട്രീയ പോരാട്ടത്തിലേക്കും ഇക്കാര്യം നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സർവകലാശാലകളിലെ 2 സർവകലാശാലകളിൽ സ്ഥിരം VC നിയമനം വേഗത്തിലാക്കാൻ നോട്ടിഫിക്കേഷൻ ഇറക്കുകയും അതിനായിട്ടുള്ള വിജ്ഞാപനത്തിൽ VCമാരെ നിയമനവുമായി ബന്ധപ്പെട്ട് ആപ്ലിക്കേഷൻ ക്ഷണിക്കുക ഉൾപ്പെടെ സർക്കാർ ചെയ്തിരുന്നു. ആ നടപടികൾ ഒക്കെ സർക്കാർ വേഗത്തിലാക്കുകയും ഒപ്പം തന്നെ സുധാംശു ധൂലിയ അധ്യക്ഷനായ സമിതിക്ക് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കാൻ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും ഒക്കെ നൽകിയിരുന്നു. കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ മന്ത്രിയുമായി സംസാരിച്ച ഘട്ടത്തിലൊക്കെ മന്ത്രി വ്യക്തമാക്കിയത് ഏത് ഘട്ടത്തിലാണോ സുധാംശു ധൂലിയ കേരളത്തിലേക്ക് എത്തുന്നത്, എന്താവശ്യമാണോ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്, അതെല്ലാം സജ്ജീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയ ഘട്ടത്തിൽ അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോൾ ഏകദേശം വിധി വന്ന് 1 മാസത്തോളം ആകുമ്പോഴാണ് നിലവിൽ ഈ ഗവർണർ ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിൽ സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അനുഭാവികളായ സർക്കാർ ഉദ്ദേശിക്കുന്ന ആളുകൾ VC ആയി വരുന്നത് തടയുക എന്ന ലക്ഷ്യമാണ് നിലവിൽ ഇപ്പോൾ ഗവർണർ ഈ നീക്കത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അത് തടയിടുക എന്നുള്ള നീക്കമാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വലിയ നിയമ പോരാട്ടത്തിലേക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിലേക്കും ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനിടെ ശശികുമാർ സേവ് യൂണിവേഴ്സിറ്റി ഫോറം പ്രതിനിധി ശശികുമാർ, നോക്കൂ, ഈ ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഭരണ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ
അതിന് ഗവർണറെ സമീപിക്കുന്നു നിങ്ങൾ പല കാര്യങ്ങളിലും. നോക്കൂ, ഈ ഗവർണർ ഈ നടത്തുന്നത് അമിതാധികാര പ്രയോഗം എന്ന് മാത്രമല്ല, സർവകലാശാല ഭരണത്തിൽ ഉണ്ടാവുന്ന ഒരു ഫെഡറൽ തത്വങ്ങളുടെ മുഴുവൻ ലംഘനമാണ്. ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹം ബീഹാർ ഗവർണറായിരുന്നപ്പോഴും സമാനമായ പെരുമാറ്റമായിരുന്നു സർവകലാശാലയോട്